ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്യൂഡോ മ്യൂച്വാലിറ്റിയെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താണ് സ്യൂഡോ മ്യൂച്വാലിറ്റി എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫാമിലികളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒത്തൊരുമയും ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുക എന്നൊരു ഒരു കൺസെപ്റ്റ് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ തന്നെ ഭാഗമാണല്ലോ. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ തന്നെ ഇപ്പോൾ കേരളത്തിലായാലും നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ആ ഒരു ഒത്തൊരുമ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു വലിയ ഫാക്ടറാണ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫാമിലിയിൽ ഈ ഒത്തൊരുമ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മുഖംമൂടിയായിട്ട് മാറാറുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ട് ഈ ഒരു ഒത്തൊരുമയുടെ കൂടെ പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ കപടമായിട്ടുള്ള പരസ്പര ബന്ധം വെച്ച് പുലർത്തുന്ന, എന്നാൽ ഈ മുഖംമൂടിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഒത്തൊരുമയിൽ പോകാനായിട്ട് നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഫാമിലികളും കൂട്ടുകുടുംബങ്ങളും അങ്ങനെയുള്ള എല്ലാ കൺസെപ്റ്റിലും അങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കപടമായിട്ടുള്ള പരസ്പര ബന്ധത്തെയാണ് സ്യൂഡോ മ്യൂച്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്യൂഡോ മ്യൂച്വാലിറ്റിയെ കുറിച്ച് ഒരു കുടുംബത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് സ്യൂഡോ മ്യൂച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഒരു ഫാമിലിക്കകത്ത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാമിലി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്നേഹമുള്ള അച്ഛനും അമ്മയും മക്കളും, വളരെ സന്തോഷപൂർവ്വം കഴിയുന്ന ഫാമിലി, വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു സ്നേഹമാണ്, അവരെയൊക്കെ പോലെ അച്ഛനും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ, അവരെയൊക്കെ പോലെ ഒരു ഫാമിലി ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ പുറമേ കാണപ്പെടുന്ന ഫാമിലിയും, എന്നാൽ ഈ ഫാമിലിക്ക് ഉള്ളിൽ ഇവരുടെ ഇടയിലുള്ള ഡൈനാമിക്സ്, അച്ഛനമ്മ മക്കൾ, അച്ഛനമ്മ മകൻ അല്ലെങ്കിൽ അച്ഛനമ്മ മകൾ, ഈ ഒരു ഡൈനാമിക്കിൽ ശരിക്കും ആ ഫാമിലിയിൽ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ആ സ്നേഹം കപടമാണോ, അല്ലെങ്കിൽ ആ സ്നേഹം എത്രത്തോളം ഡീപ്പാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ആക്ച്വലി സ്യൂഡോ മ്യൂച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സംസാരിക്കുന്നത്. സ്യൂഡോ മ്യൂച്വാലിറ്റി ആക്ച്വലി ലവ് അല്ല, സ്യൂഡോ മ്യൂച്വാലിറ്റി ആക്ച്വലി ഇമോഷണൽ കണക്ഷൻ അല്ല. സ്യൂഡോ മ്യൂച്വാലിറ്റി കപടമായിട്ടുള്ള ബന്ധങ്ങളാണ്. എങ്ങനെയാണ് ഒരു ഫാമിലിയിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വളരെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. ഈ മൂന്ന് പേരും തമ്മിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴും, വളരെ സത്യസന്ധമായിട്ട് സിൻസിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമ്പോഴും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴും, തങ്ങളുടെ ഏത് തരത്തിലുള്ള ഇമോഷനും രണ്ട് വ്യക്തികൾക്കിടയിലും, അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും മക്കളോടാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴുമാണ് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലൊരു കണക്ഷൻ തന്നെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ സ്യൂഡോ മ്യൂച്വാലിറ്റി നിലനിൽക്കുന്ന ഫാമിലികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കണക്ഷൻ വളരെയധികം സൂപ്പർഫിഷ്യൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് പുറമെ എല്ലാവരെയും കാണിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഇമേജ് നിലനിർത്താനും വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹാപ്പി ഫാമിലി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഫാമിലി ഗ്യാതറിങ്ങിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക. ഇത്തരത്തിലുള്ള ഗ്യാതറിങ്ങുകളൊക്കെ ഈ ഒരു നമ്മളൊരു നല്ല ഫാമിലിയാണ്, നമ്മളൊരു പോസിറ്റീവ് ഫാമിലിയാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ മാത്രമേ, ഒരു ഫേക്ക് ഇമേജ് സൃഷ്ടിക്കാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ലവ് അവിടെ ഉണ്ടെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അവിടെ ഉണ്ടാവുക. പലപ്പോഴും ഈ സ്യൂഡോ മ്യൂച്വൽ ഫാമിലികളിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഫാദറും സണ്ണും തമ്മിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫാദറും മകളും തമ്മിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫാദറും അമ്മയും തമ്മിലാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിൽ, ഇത് ഇത്തരത്തിൽ ഏത് ഡൈനാമിക്കിലാണെങ്കിലും അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായെങ്കിൽ അത് അൺറിസോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കാണില്ല, അതിന് പറഞ്ഞ് തീർത്തിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നമായി തന്നെ നിലനിൽക്കും ഇത്തരം ഫാമിലികളിൽ. അത് മാത്രവുമല്ല, മക്കൾക്ക് സ്യൂഡോ മ്യൂച്വൽ ആയിട്ടുള്ള ഫാമിലികളിൽ മക്കൾക്ക് എപ്പോഴും അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷൻസ് തുറന്നു പറയാനായിട്ട് പറ്റാത്ത
പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അവർ സപ്രസ് ചെയ്ത് വെക്കും അവരുടെ ഇമോഷൻസ്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇല്യൂഷനിലൂടെ കൊണ്ടുവന്ന് നമ്മളൊരു ഹാപ്പി ഫാമിലിയാണ് എന്നൊരു ഇമേജിൽ കൊണ്ടുപോകുമ്പോൾ, ഈ ഹാപ്പി ഫാമിലിയുടെ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ടുഗദർനെസ്സും ആ ഒരു നല്ല അതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെ വെറുതെ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ അതിനകത്ത് ഒരു എന്താ പറയുന്നത്, ഞാനൊരു കല്ലുകടി ആവണ്ട, അല്ലെങ്കിൽ വളരെ റിജിഡായിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫാദർ ആയിരിക്കും, വളരെ കർക്കശമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാദർ ആയിരിക്കും, അല്ലെങ്കിൽ ഫാദർ വളരെ പുറത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളായിരിക്കും, സൊസൈറ്റിയിൽ വളരെ ഒരു നല്ല സ്ഥാനമുള്ള ആളായിരിക്കും ഫാദർ അല്ലെങ്കിൽ മദർ, അല്ലെങ്കിൽ രണ്ടുപേരും. അപ്പം ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിലാണെങ്കിലും സ്വന്തം ഫീലിങ്സ് സപ്രസ് ചെയ്ത് വെക്കാൻ കുട്ടികൾ കൂടുതൽ തയ്യാറാവുകയും അതിൻ്റെ ഫലമായിട്ട് അവർ വളരെയധികം സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പോൾ നമുക്കൊരു റിയൽ ലൈഫ് ഉദാഹരണം എന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ എടുത്ത് പരിശോധിക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. പ്രിയയുടെ ഫാമിലിയിൽ എപ്പോഴും അച്ഛനും അമ്മയും ഇതുപോലെ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി എന്നൊരു ഇമേജാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതും അവർക്കിടയിലും ഉള്ളത്. അപ്പോൾ അവർ ആ സന്തോഷകരമായ ഫാമിലി എന്നുള്ള രീതിയിൽ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ഫാമിലിയിൽ അത് എൻകറേജ് ചെയ്യപ്പെടാറില്ല പലപ്പോഴും. അപ്പോൾ അച്ഛനമ്മമാർക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ പോലും പലപ്പോഴും അവർ പൂർണ്ണമായിട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവാതിരിക്കുകയും അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കുകയും ഇത് അൺറിസോൾവ്ഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. കാരണം ഒരു പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചാൽ മാത്രമാണല്ലോ ശരിക്കും ഒരു ഫാമിലി ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് മനുഷ്യരുടെ ഉള്ളിൽ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷനായിട്ട് കിടക്കുകയും, പക്ഷേ പുറമെ ഈ ഫാമിലിയുടെ ഒരു സന്തോഷമുള്ള ഫാമിലി എന്നൊരു ഇമേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സന്തോഷമുള്ള ഫാമിലി എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഫാമിലി ഇങ്ങനെ ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തൻ്റെ ശരിക്കുമുള്ള പ്രശ്നങ്ങളും തൻ്റെ ശരിക്കുമുള്ള ഫീലിങ്സും തൻ്റെ ജീവിതത്തിലുള്ള വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒന്നും തൻ്റെ പാരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം എപ്പോഴും അവർക്ക് ആ ഒരു ഹാപ്പി ഫാമിലി എന്നൊരു സാധനം കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലവബിൾ ഫാമിലി എന്നൊരു കാര്യം. അത് ഇങ്ങനെ ലവബിൾ ഫാമിലി ഇങ്ങനെ ആയിരിക്കണം എന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതുപോലെ അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എന്താണ് ശരിക്കും ഒരു ഹാപ്പി ഫാമിലിയുടെ കോർ എന്നുള്ളതും ഹാപ്പി ഫാമിലി ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടിക്ക് തുറന്നു പറയാനായിട്ട്, പ്രിയയ്ക്ക് തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ ശരിക്കുമുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അച്ഛനും അമ്മയോടും തുറന്നു പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരുന്നു. ഒരു കള്ളത്തിൽ ജീവിതകാലം മുഴുവനും ജീവിക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കില്ല ആ ഒരു കള്ളം പറയുന്നത്. നമ്മളൊരു ഹാപ്പി ഫാമിലിയാണ്, ഞങ്ങളൊരു ഏറ്റവും പെർഫെക്റ്റ് ഫാമിലിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പോലെയല്ല, നമ്മൾ വളരെ മികച്ച ഒരു ഫാമിലിയാണ് എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, എന്നൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഇല്യൂഷൻ്റെ പുറത്ത് ജീവിതകാലം മുഴുവനും ജീവിക്കുക. ഇത്തരത്തിൽ സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികൾ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഡിഫിക്കൽട്ടി വിത്ത് ഇമോഷണൽ എക്സ്പ്രഷൻ. ഈ എന്താണ് ഡിഫിക്കൽട്ടി വിത്ത് ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും, തൻ്റെ നീഡ്സ്, തൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, തൻ്റെ ഇമോഷണൽ നീഡ്സ്, തൻ്റെ എന്തൊക്കെയാണ് തനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, തനിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഇതൊക്കെ പറയാനും മറ്റൊരാളെ അറിയിക്കാനും തൻ്റെ വിഷമങ്ങൾ പറയാനും ഒന്നും പറ്റാതെ വരുന്നൊരവസ്ഥ. ഇത് ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നും വളർന്നു വരുന്ന കുട്ടികളിൽ സാധാരണയായി കാണപ്പെടാറുള്ളൊരു കാര്യമാണ്. ഇത് കുടുംബത്തിൽ നിൽക്കുന്ന സമയത്തും ഈ കുട്ടികളിലുള്ള ഒരു കാര്യമാണ്. അവർക്ക് അച്ഛനും അമ്മയോടും ഇത്തരത്തിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടും കുട്ടിയിൽ നിന്നും ആ രീതിയിലുള്ള ഒരു സമീപനം അവർ സ്വീകരിക്കുന്നതുകൊണ്ടും വളരെ സൂപ്പർഫിഷ്യലായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും ഈ കുട്ടിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് ഒരു ഗവൺമെൻറ് ജോലിയുള്ള, വളരെ ഉന്നതമായിട്ടുള്ള ഗവൺമെൻറ് ജോലിയില്ലെങ്കിൽ ഇരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായ ഭാര്യയും ഒരു വലിയ
സർക്കാർ ഉദ്യോഗസ്ഥരിരിക്കുന്ന ഭർത്താവും എന്ന് വയ്ക്കുക, അവർക്കിടയിലുള്ള ഒരു മകൻ അല്ലെങ്കിൽ മകൾ. ഇപ്പം ഇവർക്ക് ആ കുട്ടിക്ക് ഈ ഒരു സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ തന്നെ അവരൊരു ഹാപ്പി ഫാമിലിയാണെന്നുള്ളൊരു ഇമേജ് ചുറ്റും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറുതിലെ തന്നെ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, അവരുടെ മനസ്സിലുള്ള ഇമോഷണലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയേണ്ടത് എൻ്റെ അച്ഛനോട് എനിക്ക് പറയണം, എൻ്റെ അമ്മയോട് എനിക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾ പോലും, ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ പോലും തൻ്റെ കുടുംബത്തിൽ നിന്നും കിട്ടേണ്ട നീഡ്സ് പറയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് പിന്നീട് അവരൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴും ഇതേ അവസ്ഥ നിലനിൽക്കുകയും അവരവരുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വളരെയധികം ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇവർ നാളെ ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടെ പാർട്ട്ണറുമായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. കാരണം വീട്ടിൽ ഇതുപോലെ നിലനിന്ന പാറ്റേൺസ്, ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന പാറ്റേൺസ് തന്നെ അവിടെയും നിലനിർത്തി പോകാനുള്ള ഒരു ടെൻഡൻസി കുട്ടിക്കുണ്ടാവും. അപ്പോൾ അവരവിടെയും പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഈ അച്ഛനോടുള്ള ഒരു പെരുമാറ്റം, അച്ഛൻ വെച്ചിരുന്ന ഒരു ഡിസ്റ്റൻസ് പുറമേ ഹാപ്പി ആയിട്ട് കാണിക്കുകയും ചെയ്യും, എന്നാൽ ഉള്ളിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ള ഒരു രീതി തന്നെ അവരുടെ റിലേഷൻഷിപ്പിലും കാണിക്കും. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ പാർട്ട്ണറായിട്ട് വരുന്ന ആൾ വേറൊരു ഡൈനാമിക്സിലായിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഇത് മുതലെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ രണ്ടവസ്ഥയിലും ഈ ഒരു കുട്ടി സ്യൂഡോ മ്യൂച്വൽ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടി സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ വളരെയധികം അവരുടെ ഉള്ളിൽ ഒരു ഏകാന്തതയും ഒരു വല്ലാത്ത തരത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ സ്ട്രെസ്സിനെ പറ്റി ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഇതിലെ രണ്ടാമത്തെ പോയിന്റിനെ പറ്റി പറയുന്നത്, ക്രോണിക് ആങ്സൈറ്റി ആൻഡ് ലോൺലിനെസ്. ഈ ക്രോണിക് ആങ്സൈറ്റി ആൻഡ് ലോൺലിനെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ആങ്സൈറ്റി അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. അത് സാധാരണഗതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ ആങ്സൈറ്റി അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന പോലെ എപ്പോഴും ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെയാണ് ഈ ക്രോണിക് ആങ്സൈറ്റി. ക്രോണിക് ആങ്സൈറ്റി സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുട്ടിക്ക് സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ ഇരിക്കുന്ന സമയത്ത്, ആ ഫാമിലിയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഒരു കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലും, അവരൊരു ഫാമിലി അംഗങ്ങളുടെ ഇടയിലിരുന്നാലും ഈ ഒരു ആങ്സൈറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും ആ ആങ്സൈറ്റി അവരുടെ ഉള്ളിൽ നിലനിന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ലോൺലിനെസ്, വളരെയധികം ഒറ്റപ്പെടൽ. അത് ഒരു കാര്യം പോലും തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വിട്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. ആരടുത്ത് ചെന്ന് കഴിഞ്ഞാലും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഈ ഒരു കുട്ടിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഏകാന്തത, എല്ലാവരും ഇരിക്കുമ്പോഴും ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ ഇൻഡിവിജ്വൽസിന് നേരിടേണ്ടി വരുന്ന മൂന്നാമത്തെ അവസ്ഥയാണ് ലോ സെൽഫ് എസ്റ്റീം എന്നുള്ളത്. ഇതും വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇവരെ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രവുമല്ല, ഇവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഇവരുടെ പാരൻസ് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഇവരുടെ ഫ്രണ്ട്സ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, മറ്റുള്ളവരെല്ലാം ഇവരെ ഒരു പർട്ടിക്കുലർ പെർസ്പെക്റ്റീവിലൂടെ നോക്കുന്നു, ആ ഒരു കണ്ണിലൂടെ തന്നെ കാണുന്നു. അപ്പം ഇവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരു പ്രഷർ ഇവരുടെ ഉള്ളിൽ കൊടുക്കുന്നു. അപ്പം അത്തരത്തിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ നേരെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവരെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ടും അവരുടെ സെൽഫ് എസ്റ്റീം വളരെയധികം തകർന്നു പോകുന്നു. സ്വന്തമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഉണ്ടായി വരാതെ ഇരിക്കുന്ന അവസ്ഥ, അവർക്ക് സ്വന്തമായിട്ടൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റാതെ ഇരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ക്യാരക്ടർ വരാതിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു അപര്യാപ്തത അവരുടെ ഉള്ളിൽ തോന്നും, ഒരു കുറവ്, ഒരു വല്ലാത്ത ആർക്കും നികത്താൻ പറ്റാത്ത ഒരു കുറവ് എന്നിലുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യും. അത് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുകയും അവരുടെ സെൽഫ് എസ്റ്റീമിനെ ഇല്ലാതാക്കുകയും സ്വന്തമായിട്ട് ഞാനൊന്നുമല്ല എന്നൊരു തോന്നലും, എനിക്കെന്തോ കുറവുള്ളൊരു വ്യക്തിയാണെന്നും എൻ്റെ ലൈഫിൽ നികത്താൻ പറ്റാത്തൊരു വിടവുണ്ട് എന്നൊരു തോന്നലും അവർക്കുണ്ടാവാനുള്ള കാരണമാവും. ഇപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലികളിലും ഇതുപോലെ തന്നെയാണ്, വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അച്ഛനാണെന്ന് വെക്കുക, സ്വന്തം മോനെ ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് ഫാദർ, പെർഫെക്റ്റ് സൺ ഇമേജ് ബിൽഡ് ചെയ്ത് വെക്കും.
അപ്പോൾ ഈ മോന് നിരന്തരമായിട്ട് ഈ അച്ഛൻ്റെ പെർഫെക്റ്റ് സൺ ആവാനുള്ള ഒരു ഇമേജ്, ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കും ആ ഒരു മകൻ. അപ്പം ആ രീതിയിൽ ആ ഒരു ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ടെസ്റ്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഏതെങ്കിലും രീതിയിൽ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലും മകൻ ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്യുക. അച്ഛൻ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എപ്പോഴും മകനെ കളിയാക്കുകയും അവനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഇത് പോരാ എന്ന് പറയുകയും വീണ്ടും വീണ്ടും അവനോട് കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനും അവൻ്റെ ചെറിയ ചെറിയ അച്ചീവ്മെൻ്റ് പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിഷേധിക്കുകയും അല്ലെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് നാർസിസിസ്റ്റിക് ഫാമിലികളിൽ. എന്നാൽ പുറത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനും മകനും എന്നുള്ള ഇമേജ് ആയിരിക്കും ഈ അച്ഛൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്, ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഫാദർ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നാർസിസിസ്റ്റിക് ഫാമിലികളിലെ സ്യൂഡോ മ്യൂച്വാലിറ്റിയെ പറ്റിയിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്യൂഡോ മ്യൂച്വൽ ഫാമിലികളിൽ നിന്നും റിക്കവർ ചെയ്ത് വരിക എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. സ്യൂഡോ മ്യൂച്വൽ ഫാമിലികളിൽ ഇപ്പോൾ മക്കളായിട്ട് ഇരിക്കുന്നവരും സ്യൂഡോ മ്യൂച്വൽ ഫാമിലികളിൽ നിന്നും മാറി നിൽക്കുന്നവരും അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങി അല്ലെങ്കിൽ പുതിയൊരു കല്യാണത്തിൽ ആയി നിൽക്കുന്ന ആൾക്കാരും അവരെങ്ങനെയാണ് ഈ സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിലാണ് ഞാൻ ഫങ്ഷൻ ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിക്കവറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതിലൊന്നാമത്തെ കാര്യം എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുക. ഞാനിങ്ങനെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച, ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു ഫാമിലിയിലാണ് ഞാൻ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കുകയും ആ ഫാമിലിയിൽ ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു പ്രൈവസി കിട്ടിയിട്ടില്ല, സ്വന്തമായിട്ടൊരു സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും വീണ്ടൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ആ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് മാറ്റിയെടുക്കേണ്ടത് എന്ന് ചിന്തിക്കുക എന്നുള്ളത് ആണ് ഈ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന. അതായത് അത് ആദ്യം എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് മാക്സിമം ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ വഴി, ഇത്തരത്തിലുള്ള വീഡിയോകളും ആർട്ടിക്കിളുകളും വഴി നിങ്ങൾ വായിച്ചും കണ്ടും അത് മനസ്സിലാക്കി കൂടുതൽ അറിവുകൾ നേടി നിങ്ങൾ റിക്കവറിയിലേക്ക് കടക്കുക. ഈ ഒരു കുട്ടികളായിട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ തന്നെ നിൽക്കുന്നവരോട് നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഈ ഒരു കാര്യത്തിൽ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്ത ശേഷം ഇതിലൊരു ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഫാമിലിയിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. ആദ്യമേ തന്നെ ഒരു വിടവ് വയ്ക്കേണ്ട കാര്യമില്ല. വളരെ ചെറിയ രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്മാൾ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതിൽ മാറ്റം വരുത്താനൊന്നും സാധിക്കുകയില്ല. വളരെയധികം സമയമെടുത്ത് മാത്രമേ ഇതിൽ മാറ്റം വരികയുള്ളൂ. അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പാണ് ആദ്യം വെക്കേണ്ടത്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ രണ്ട് പാരൻസിൽ ഏതെങ്കിലും ഒരു പാരൻറ്റിനോട് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുമല്ലോ, ചെറിയ രീതിയിലെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ആ പാരൻറ്റിനോട് കോൺവെർസേഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ചെറിയ സ്റ്റെപ്പുകളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വലിയ കാര്യങ്ങൾ, നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ അയാളുടെ ചെറിയ പ്രായം മുതലുള്ള നീഡുകളുണ്ടാവും. ടീനേജിലാവുമ്പോൾ അവരുടെ സെക്ഷുവാലിറ്റി സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളുണ്ടാവും. അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളെ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള വികാരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോന്നായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു പാരൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത്തരത്തിലുള്ളൊരു ശ്രമം ഈ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട്, സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക അത്തരത്തിൽ. പിന്നെ മൂന്നാമത്തെ കാര്യം സീക്ക് തെറാപ്പി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്യൂഡോ മ്യൂച്വൽ ഫാമിലിയിൽ അംഗമായിട്ട് നിൽക്കുകയാണെങ്കിലും, നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും, ഒരു തെറാപ്പി നിങ്ങളെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടും മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ, ഒരു എക്സ്പേർട്ടിൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ, ഇപ്പോൾ ഞാൻ
ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുടെ ബേസ് ചെയ്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിന് നിങ്ങൾക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് തരാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് അവർക്ക് തരാൻ പറ്റും. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഫാമിലി ആ ഒരു ഡൈനാമിക്സ് കേട്ട ശേഷമാണ് അവർ നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ തരുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും തെറാപ്പിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ രണ്ട് കൂട്ടരും തെറാപ്പി എടുക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. വളരെയധികം ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത് നിങ്ങളുടെ തെറ്റല്ല എന്നുള്ളതാണ്. ഈ ഒരു ഫാമിലിയുടെ ഭാഗമായതും ഈ ഒരു ഫാമിലിയിലെ നിലനിന്ന അംഗമായിട്ട് തന്നെ നിങ്ങൾ ഇത്രയും വർഷം ഫങ്ഷൻ ചെയ്തതും ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. ഇതിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട് ഹോപ്പ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നാളെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊരു ഫാമിലി, ഹെൽത്തി ആയിട്ടൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കുന്നതിന് വിലങ്ങടിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എല്ലാം തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സ്യൂഡോ മ്യൂച്വാലിറ്റി നാർസിസിസ്റ്റിക് ഫാമിലികളിൽ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്യണം. അത് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു കമൻറ്റ് കൊടുക്കാം ഈ വീഡിയോയുടെ താഴെ, ഒരു പിൻ ചെയ്ത് വെക്കാം. ആ കമൻറ്റിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.